ഹായ് ഓൾ, എല്ലാവർക്കും എഡി ഗവൺമെന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒക്ടോബർ 2 പ്രത്യേകത എല്ലാവർക്കും അറിയാം. എന്താണ് ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ ഗാന്ധി ജയന്തിയാണ് അല്ലേ. ഗാന്ധി ജയന്തി മാത്രമല്ല, വേറൊരു ലീഡറിന്റെ ബർത്ത്ഡേ കൂടി എന്നാണ്. ആരുടെയാണത്? ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലേ. സോ ഗാന്ധിജിയുടെ 155ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ്. അതേ കണക്ക് തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 120ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ്. അന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ ന്യൂസസിലേക്ക് കിടക്കാം. ന്യൂ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഇഷിബ ഫോംസ് ക്യാബിനറ്റ് വിത്ത് എംബസിസ് ഓൺ ഡിഫൻസ്. വേറൊന്നുമല്ല ന്യൂസ്, ജപ്പാനിന് പുതിയ പ്രധാനമന്ത്രി വന്നു എന്നുള്ള ന്യൂസാണ്. പ്രധാനമന്ത്രിയാണ് ഷിഗേരു ഇഷിബയാണ് പുതിയ പ്രധാനമന്ത്രിയായിട്ട് അവിടെ എലക്ട് ചെയ്തിരിക്കുന്നത്. ഷിഗേരു ഇഷിബയ്ക്ക് മുന്നേ അവിടെ പ്രധാനമന്ത്രിയായിരുന്ന ഫിമിയോ കിൻഷിഡയാണ്. അദ്ദേഹം ആ ഒരു ഇതിന്ന് റിസൈൻ ചെയ്തതിന് പകരമായിട്ടാണ് ആരവിടെ പ്രധാനമന്ത്രിയായിട്ട് സോൺ ചെയ്തത്? ഷിഗേരു ഇഷിബയാണ്. സോ ജപ്പാന്റെ ന്യൂ പ്രൈം മിനിസ്റ്റർ ആരും ഓർത്തോളൂ. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. റവാണ്ട കൺഫേംസ് 8 ഡെത്ത് ഫ്രം മാർബർഗ് വൈറസ്. ഇതെന്ന് പറയുന്നത് റവാണ്ടയെ പറ്റി പറയുകയാണെങ്കിൽ, റവാണ്ട നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും റവാണ്ടയെ പറ്റി കേട്ടിട്ടുണ്ടോ? റവാണ്ട എന്ന് പറയുന്നത് ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ് കേട്ടോ. ആഫ്രിക്കൻ കൺട്രിയാണ്. ആഫ്രിക്കയുടെ തന്നെ റിഫ്റ്റ് വാലി പ്രദേശത്തായിട്ട് വരുന്ന, ലിഫ്റ്റ് വാലിയിൽ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് റവാണ്ട എന്ന് പറയുന്നത്. അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കിഗാലിയാണ്. ഓക്കെ, റവാണ്ടയുടെ ക്യാപിറ്റൽ കിഗാലി. അപ്പൊ ന്യൂസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റവാണ്ടയില് പുതിയ ഒരു വൈറസ് ബാധിച്ചു, 8 പേരോളം മരിച്ചു എന്നുള്ളതാണ്. ആ വൈറസിന്റെ പേരാണ് മാർബർഗ് വൈറസ് ആണ്. മാർബർഗ് വൈറസ് ബാധിച്ചാണ് 8 പേര് മരണം അടഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മാർബർഗ് വൈറസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള എബോള വൈറസ് ഉണ്ടല്ലോ, എബോള വൈറസിന്റെ സെയിം ഫാമിലിയിൽ തന്നെ വരുന്ന ഒരു വൈറസ് ആണ്. അപ്പോൾ മാർബർഗ് വൈറസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഹെമറേജിക് ഫീവർ കോസ് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. ഇത് ഫ്രൂട്ട് ബാറ്റ്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് ബ്ലഡ് ഫ്ലൂയിഡ് തമ്മിൽ ബോഡി ഫ്ലൂയിഡ് കോണ്ടാക്റ്റിൽ വരുന്ന ടൈമിലാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അല്ല നോർമൽ എയർ ത്രൂ സ്പ്രെഡ് ആവത്തില്ല. ബോഡി ഫ്ലൂയിഡ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന ടൈമിലാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. ഇനി മാർബർഗ് വൈറസിനെ പറ്റി പഠിച്ചാൽ, മാർബർഗ് വൈറസ് ഡിസീസ് ആണ് MVD. ഇതിനു മുന്നേ നേരത്തെ മാർബർഗ് വൈറസ് നമ്മൾ മാർബർഗ് ഹെമറേജിക് ഫീവർ എന്നാണ് പറയുന്നത്. ഇതൊരു റെയർ ഡിസീസ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് മനുഷ്യന്, അതായത് ഈ ആഫ്രിക്കൻ ഫ്രൂട്ട് ബാറ്റിൽ നിന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടും നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സിലോട്ടും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഉള്ള ഒരു ഡിസീസ് ആണ്. ഇതൊരു RNA വൈറസ് ആണ്. ഇനി ഇതിന് ഈ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1967 ജർമ്മനിയിലെ മാർബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അവിടുത്തെ ഉഗാണ്ടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മങ്കീസിനെ അവിടുത്തെ വർക്കേഴ്സിലേക്ക്, ലാബിലിരിക്കുന്ന മങ്കീസിന്ന് അവിടുത്തെ വർക്കേഴ്സിലേക്കാണ് ഈ ഒരു ഡിസീസ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അങ്ങനെയാണ് അതിന് ആ ഒരു ഡിസീസിന്റെ പേര് കൊടുക്കുന്നത്. സോ ഇതൊരു RNA വൈറൽ ഡിസീസ് ആണ്. എബോളയുടെ സെയിം ഫാമിലിയും തന്നെയുള്ള ഇതാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടായിരുന്നു. ഇത് 1 ഹോൺ റൈനോസിന്റെ ഫിഗർ ആണ്. പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറി, ആസാമിലെ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. റൈനോസിനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഇതാണ് നമുക്ക് ആ ഒരു ന്യൂസ് ഫിഗർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആസാമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റൈനോ പോപ്പുലേഷൻ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആസാമാണ്. ആസാമിൽ തന്നെ പൊബിറ്റോറ ഉണ്ട്, അതേ കണക്ക് തന്നെ ഒറാങ് നാഷണൽ പാർക്ക് ഉണ്ട്, മനാസ് ഉണ്ട്, കാസിരംഗ. ഇങ്ങനെ 4 നാഷണൽ പാർക്സ് ആണ്, വൈൽഡ് ലൈഫ് സാഞ്ചുറി നാഷണൽ പാർക്സ് ആണ് ഉള്ളത്. പൊബിറ്റോറ, ഒറാങ് നാഷണൽ പാർക്ക്, മനാസ് നാഷണൽ പാർക്ക് ആൻഡ് കാസിരംഗ നാഷണൽ പാർക്ക്. ഇതില് ഒരു ആസാമിൽ മാത്രമായിട്ട് 2640 റൈനോസേഴ്സ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. ഇതില് 2400 റൈനോസേഴ്സും ഉള്ളത് കാസിരംഗയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ GK പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. 1 ഹോൺ റൈനോസസിന് ഫേമസ് ആയിട്ടുള്ള സാഞ്ചുറി ഏതാന്ന് ചോദിച്ചാൽ, നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ കാസിരംഗയാണ് പറയുന്നത്. ഇത് പൊബിറ്റോറയെ പറ്റിയാണ് പറയുന്നത്. പൊബിറ്റോറ എന്ന് പറയുമ്പോൾ 1987 ഇതിന് ആ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു സാങ്ഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതിനെ മിനി കാസിരംഗ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ മിനി കാസിരംഗ എന്ന് അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. ഓക്കെ,
Next news. 8 products used by Assam tribe including traditional food item granted GI tag. ആസാമിലെ 8 പ്രോഡക്ട്സിന് GI ടാഗ് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു മൂന്ന് വെറൈറ്റീസ് ആണ്. ബോഡോ ജുവ ഗ്രുവാൻ, മബ്ര ജുവോ ബിഡ്വി ആൻഡ് ബോഡോ ജുവ ഡിഷി. അങ്ങനെ 3 റൈസ് ബിയേഴ്സ് ആണ് ഇത്. ഇത് ഒരു ഐതിഹ്യമാണ്. പണ്ട് ശിവഭഗവാൻ ബോഡോ കുടിച്ചിട്ടുണ്ട്, ഇതൊരു മെഡിസിൻ ആണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഐതിഹ്യം. അപ്പൊ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഇപ്പോഴും അവർ ബോഡോ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെഡിസിൻ ആയിട്ട് തന്നെ അവർ ഭക്ഷിക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൽ നിന്ന് ചെയ്തിട്ടുള്ള 3 ഡിഷസ് ആണ്. ഇത് കൂടാതെ വേറെ ഒരു 5 ഫുഡ് ഐറ്റംസിന് ഇവർക്ക് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് രജിസ്ട്രി ഓഫ് ചെന്നൈ ആണ് ഇവർക്ക് ഈ ഒരു ഫുഡ് ഐറ്റംസിന് 8 എണ്ണമാണ് ആസാമിലെ ഫുഡ് ഐറ്റംസിനാണ് GI ടാഗ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ. India and France discuss defense cooperation and efforts to advance peace. ഇതെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവല് ഫ്രാൻസ് വിസിറ്റ് ചെയ്യുകയാണ്. അത് ഇൻഡോ ഫ്രാൻസ് ഷെഡ്യൂൾഡ് മീറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ മീറ്റ് ചെയ്യുകയും അതുവഴി എന്താണ് ഈ ഒരു ന്യൂസസ് അതായത് എന്തിനു പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് കോപ്പറേഷന് വേണ്ടിയിട്ടും പീസ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഒരുപാട് കൺട്രീസ് തമ്മിൽ യുദ്ധങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. സോ അപ്പൊ അങ്ങനെ ഒരു ഇത് വേണ്ട, മൊത്തത്തിൽ ഒരു പീസ് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത്. As Iran rains missiles on Israel, Indian embassy issues advisory. ഇതെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ റീസെന്റ് ആയിട്ട് കുറെ ദിവസങ്ങളായിട്ട് കേട്ടോണ്ടിരുന്ന ന്യൂസ് ആണ് ഇസ്രായേൽ ന്യൂസ് അല്ലെ. അവസാനം ഫൈനലായിട്ട് ഇറാൻ തിരിച്ച് അടിക്കുകയാണ്. ഇറാൻ എന്ത് ചെയ്തു? ബാലിസ്റ്റിക് മിസൈൽസ് ആണ്, ഇന്നലെ ആയിരുന്നു സംഭവം. ബാലിസ്റ്റിക് മിസൈൽസ് എല്ലാം ലോഞ്ച് ചെയ്തു. ഇസ്രായേലിൽ ഇസ്രായേൽ ക്യാപിറ്റൽ ടെൽ അവീവിലൊക്കെയാണ് ഇപ്പോൾ എക്സ്പ്ലോഷൻ നടക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ എംബസി എല്ലാത്തും അഡ്വൈസസ് കൊടുത്തേക്ക് എല്ലാം സേഫ് പ്ലേസിലേക്ക് മാറണം എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ന്യൂസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഗൂഗിള് പുതിയൊരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബും അതേണക്ക് തന്നെ ഒരു ന്യൂ ഡേറ്റാ സെന്ററും ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് തായ്ലാന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് തായ്ലൻഡ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കൺട്രീസിനെ വേണ്ടിയിട്ടുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനും എല്ലാത്തിനും മീറ്റിംഗ്സിനും അപ്പൊ അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തായ്ലൻഡിൽ തന്നെ പുതിയ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡാറ്റാ സെന്റർ അവർ എന്ത് ചെയ്യാൻ പോകുന്നത്. ദെൻ അതിനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് $1 ബില്യൺ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇനിയും അങ്ങോട്ട് പഠിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അത് നമ്മുടെ വോം അല്ലെങ്കിൽ വീനസ് മിഷൻ ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ആണ്. 2028 മാർച്ച് 29 എർത്തിൽ നിന്ന് അതിനെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. 112 ദിവസം ട്രാവൽ ചെയ്തിട്ട് അത് ജൂലൈ 2028 ജൂലൈ 19 വീനസിന്റെ ഓർബിറ്റിൽ എത്തും എന്നുള്ളതുണ്ട്. ഇത് ലോഞ്ച് ചെയ്യുന്നത് LM Mark 3 ആണ്. LVM Mark 3 എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. യെസ്, അപ്പൊ LVM Mark 3 വഴിയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നതെന്ന് പഠിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് 1236 crore പ്രോജക്റ്റ് ആണ് എന്നുള്ള ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് 19 പേലോഡ്സ് ആയിരിക്കും. അതിൽ 16 എണ്ണം ഇന്ത്യൻ ആണ്. ബാക്കി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ കൊളാബ് ആണ്. സോ നമ്മളത് ഇന്റർനാഷണൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിനകത്ത് ഇതിന്റെ എയിം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ വീനസ് ഓർബിറ്റൽ മിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വീനസിന്റെ അറ്റ്മോസ്ഫിയറിലെ ഡസ്റ്റിനെ പറ്റി പഠിക്കാനായിട്ട്, ദെൻ അവിടുത്തെ ടോപ്പോഗ്രഫി പറ്റി പഠിക്കാനായിട്ട്, ദെൻ അവിടുത്തെ സോളാർ എക്സ്റേ സ്പെക്ട്രം പഠിക്കാനായിട്ട്, എയർ ഗ്ലോസിനെ പഠിക്കാനായിട്ടും അത് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പഠിക്കാനായിട്ടുമുള്ള കാര്യങ്ങളാണ്. എല്ലാത്തിനോട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീനസ് ഓർബിറ്റൽ മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതെന്നാണ് ലോഞ്ച് ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത് 2028 മാർച്ച് 29 എന്നത് അവിടെ ലാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല ആ വീനസിന്റെ ഓർബിറ്റിൽ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് ജൂലൈ 19, 2028. അപ്പൊ 112 ദിവസമായിരിക്കും ആ ഒരു ട്രാവൽ എടുക്കുന്ന ന്യൂസ് ആണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അർജുൻ എറിഗാസിസ് ഇസ് ദ ന്യൂ വേൾഡ് നമ്പർ 3. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചെസ് റിലേറ്റഡ് ആയിട്ടാണ്. ചെസ്സിൽ ഇപ്പോഴും ഫസ്റ്റ് നിൽക്കുന്നത് നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ്. ദെൻ തേർഡ് വന്നിരിക്കുന്നത് അർജുൻ എറിഗാസിസ് എന്നാണ്. നേരത്തെ അദ്ദേഹം അല്ലായിരുന്നു, അതിന് പകരം പുതിയതായിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര് പഠിക്കുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രജ്ഞാനന്ദ അറ്റ് പൊസിഷൻ നമ്പർ 12 ഉണ്ട്. വിശ്വനാഥൻ ആനന്ദ് പൊസിഷൻ 11 ഉണ്ട്. ദെൻ ഡി ഗുഗേഷ് ആണ് ടോപ്പ് 5 നമ്പർ 5 ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്.
ഇനി നമ്മുടെ ലേഡീസിന്റെ അല്ലെങ്കിൽ വുമന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊനേരു ഹംപിയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് നമ്പർ 6 കിടക്കുന്നത്. പിന്നെ പുതിയതായിട്ടുള്ള ദിവ്യ ദേശ്മുഖ്, ഇപ്പൊ നമ്മൾ റീസെന്റ് ചെസ് ഒളിമ്പ്യാഡ് പഠിച്ചു, ദിവ്യ ദേശ്മുഖിന് പഠിച്ചു. ദിവ്യ ദേശ്മുഖ് നമ്പർ 11 ഉണ്ട്. അപ്പൊ അതാണ് 2 ഇന്ത്യൻ താരങ്ങൾ എന്നുള്ളത്. ആരൊക്കെയാണ്? കൊനേരു ഹംപി, ദിവ്യ ദേശ്മുഖാണ്. ഇനി മെൻസിന്റെ എടുക്കുവാണെങ്കിൽ 5, 11, 12 എല്ലാം ഇന്ത്യക്കാരാണ്. 5 എന്ന് പറയുന്നത് ഡി ഗുഗേഷ് ആണ്, 11 വിശ്വനാഥൻ ആനന്ദാണ്, 12 എന്ന് പറയുന്നത് പ്രജ്ഞാനന്ദയാണ്. സോ ഇതോടെ ഇന്നത്തെ ന്യൂസ് കംപ്ലീറ്റ് ആയി. അടുത്ത ദിവസം കാണാം. ബൈ.